ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്ടോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CPI ഡാറ്റയുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് ETH ഷാങ്ഹായുടെ അപ്ഗ്രേഡ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസുകൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ആയിരിക്കും. മുകളിലേക്കും അതേപോലെ തന്നെ താഴത്തേക്കും നമുക്ക് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. നമുക്ക് ഏതായാലും ആ ന്യൂസുകളൊക്കെ ഒന്ന് നോക്കി നോക്കാം. അതുകൂടാതെ ബിറ്റ്മാർട്ടിൽ ഞാനിപ്പോൾ കോപ്പി ട്രേഡിംഗ് മാസ്റ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് ഞാൻ അതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് CPI ഡാറ്റയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് ഏപ്രിൽ 12 രാവിലെ 8:30 ഈ ഒരു CPI ഡാറ്റ വരുന്നത്. അതായത് ഇന്ത്യൻ ടൈം വൈകിട്ട് 6 മണിക്ക് ആ സമയത്തായിരിക്കും CPI ഡാറ്റ വരാൻ പോകുന്നത്. CPI ഡാറ്റയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ആനുവലൈസ് CPI ഈസ് ഇൻ ദ US എക്സ്പെക്റ്റഡ് ടു ഡിക്ലൈൻ ടു 5.2% ഇൻ മാർച്ച്. അപ്പോൾ ഡിക്ലൈൻ ആണ് പ്രതീക്ഷിക്കുന്നത്. കോർ CPI ഫോർകാസ്റ്റ് ടു ഹെഡ്ജ് ഹയർ ടു 5.6 ഇയർ ഓൺ ഇൻ മാർച്ച് ഫ്രം ഫെബ്രുവരി 5.5. അപ്പോൾ ആനുവലൈസ്ഡ് വെച്ച് നോക്കുമ്പോൾ 5.2 ഡിക്ലൈൻ ആണ് വരാൻ പോകുന്നത്. ആ ഡിക്ലൈൻ ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു പമ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ പോയാലും ഒരു പമ്പും നല്ല രീതിയിലുള്ള ഡമ്പും കാണാൻ പറ്റും. നമുക്ക് ഏതായാലും പഴയ ചാർട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഏതായാലും ഇതിന് തൊട്ട് മുമ്പത്തെ മാർച്ച് 14 ചാർട്ട് ഒന്ന് എടുത്ത് നോക്കി നോക്കാം. മാർച്ച് 14 പറയുകയാണെങ്കിൽ ഇതാ ഇവിടെയാണ് മാർച്ച് 14 വരുന്നത്. മാർച്ച് 13 അതിന് മുമ്പ് ഒരു പമ്പ് ഉണ്ടായിരുന്നു BTCയിൽ. മാർച്ച് 14 ഏകദേശം ആ വൈകിട്ടായോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 26,530 മുതൽ ഏകദേശം ഒരു 24,600 ആ റേഞ്ചിലേക്ക് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നിട്ട് അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് ഡംപാവാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പമ്പും ഡമ്പും നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്ന പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഏകദേശം ഒരു ചിലപ്പോൾ ഒരു 30,500 അല്ലെങ്കിൽ 31,000 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ താഴത്തേക്ക് ഈ ഒരു ലെവൽ വരേക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് 28,900 $29,000 വരെ. അപ്പോൾ ഞാനിവിടുന്ന് ഓൾറെഡി ഒരു ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ 30,000 29,000 അപ്പോൾ ആവറേജ് ഔട്ട് ചെയ്തിട്ട് ഞാൻ 29,500 ആ ഒരു ഷോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താഴത്തേക്ക് വരുന്നുള്ള പ്രതീക്ഷയാണ് വെച്ചേക്കുന്നത്. ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത് ബ്രേക്ക് ഔട്ടാണ്. ഈ ടാർഗറ്റ് വെച്ചിരുന്നത് 30,900 വരെയാണ്. പക്ഷേ ബ്രേക്ക് ഔട്ട് ഇവിടുന്നാണ് നടന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് പ്രകാരം ഏകദേശം 30,750 വരെ വരണമായിരുന്നു. 30,570 വരെ വന്നു. ഏകദേശം ഒരു $150 ഡിഫറൻസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ BTCയുടെ കറണ്ട് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിലുള്ള ന്യൂസാണ്. ഷാങ്ഹായ് അപ്ഗ്രേഡിന് ശേഷവും വരുന്നെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷായിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു 30,000 താഴത്തേക്ക് വരാനുള്ള ചാൻസസ് ആണ്. 30,000 അല്ല, ഈ ഒരു 29,627 താഴത്തേക്ക് വന്നിട്ട് തിരിച്ച് ഇവിടെ ഈ ഒരു ഏരിയയിൽ 28,900 അല്ലെങ്കിൽ ഈ ഒരു 28,300 റേഞ്ചിലേക്ക് സപ്പോർട്ട് എടുക്കാനാണ്. ഇനി അടുത്തത് നമുക്ക് ETHന്റെ ന്യൂസിലേക്ക് ഒന്ന് പോവാം. 4 things to know about Ethereum ഷാങ്ഹായ് അപ്ഗ്രേഡ്. അപ്പോൾ ഇതിൽ 2-3 ന്യൂസുകളുണ്ട്. രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഏകദേശം $2.4 ബില്യൺ വർത്ത് ഓഫ് സെല്ലിംഗ് പ്രഷർ വരും ETH മാർക്കറ്റിൽ ഷാങ്ഹായ് അപ്ഗ്രേഡിന് ശേഷം വരുമ്പോൾ എന്നുള്ളത്. അതായത് കോയിൻ ഡെസ്കിന്റെ ന്യൂസ് പ്രകാരമാണ് $2.4 ബില്യൺ വർത്ത് ഓഫ് സെല്ലിംഗ് പ്രഷർ. $2.4 ബില്യൺ സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡംപ് നമുക്ക് ETHയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ യാഹൂ ഫിനാൻസിൽ ഇതിനെക്കുറിച്ച് ന്യൂസ് വന്നു. ദ എത്തറിയം ബ്ലോക്ക് ചെയിൻ ഷാങ്ഹായ് അപ്ഗ്രേഡ് ഈസ് അബൌട്ട് ടു ബി ലോഞ്ച്ഡ് അൺലോക്കിംഗ് മോർ ദാൻ 18 മില്യൺ ETH അറൌണ്ട് $34 ബില്യൺ വർത്ത്. അതായത് 18 മില്യൺ എത്തേറിയമാണ് ഈ ഒരു ഷാങ്ഹായ് അപ്ഗ്രേഡിന് ശേഷം മാർക്കറ്റിലേക്ക് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഏകദേശം ഒരു $34 ബില്യൺ വർത്ത്. അപ്പോൾ അതിന്റെ 10% ഇപ്പോൾ കോയിൻ ഡെസ്കിൽ 10% അടുത്താണ് കോയിൻ ഡെസ്കിൽ പറഞ്ഞേക്കുന്നത് 2.4 ബില്യൺ വർത്ത് ഓഫ് സെല്ലിംഗ് പ്രഷർ എന്ന് പറഞ്ഞേക്കുന്നത്. അത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ETH നല്ല രീതിയിൽ വീണ്ടും താഴത്തേക്ക് പോകാവുന്നതാണ്. ഞാൻ ഏതായാലും ETHന്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ കറന്റ് ഞാനൊരു ട്രേഡ് ഇപ്പോൾ 1910 എന്നാണ് എടുത്തിട്ടുണ്ട് ഷോർട്ട്. അപ്പോൾ തിരിച്ച് ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഏകദേശം നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ 1,750-1,700 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു അൺലോക്ക് വന്നിട്ട് അത്രയും വലിയ സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ. അപ്പം ഞാൻ അതുകൊണ്ട് ഈ ഒരു ഷോർട്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. 1,700 നിന്നും 1,650 നിന്നും ഞാനൊരു ലോങ് പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നല്ലൊരു സപ്പോർട്ടാണ് 1,660 നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 1,700 ഒരു ലോങ് പ്ലേസ് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ ഈ ട്രേഡ്സ് ഒക്കെ ഞാൻ എടുക്കാൻ പോകുന്നത് ബിറ്റ്മാർട്ടിലെ എൻ്റെ കോപ്പി ട്രേഡിംഗ് മാസ്റ്റർ അക്കൗണ്ടിലാണ്. 2 അക്കൗണ്ട് ഉണ്ട്. രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഏതൊക്കെ രീതിയിൽ സെറ്റിങ്സ് വെക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട്. എൻ്റെ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ട്രേഡിംഗ് ബോണസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മളിവിടെ എക്സ്ക്ലൂസീവ് പാർട്ട്ണറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് വേറെ ഉണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു ബിറ്റ്മാർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജോ മെയിലോ ചെയ്താൽ മതി. ഞാൻ അവരുടെ BDയുമായിട്ട് സംസാരിച്ച് സോൾവ് ചെയ്ത് തരാം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൽ മാസ്റ്റർ ട്രേഡറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ട്രേഡ്സ്
ട്രേഡ്സ് കോപ്പി ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്യൂച്ചേഴ്സ് എന്ന സെക്ഷനിൽ പോയിട്ട് കോപ്പി ട്രേഡിങ്ങിൽ പോയിട്ട് എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, രണ്ടും ഞാൻ കാണിച്ചു തരാം. രണ്ടും മിസ്റ്റർ റാട്ടർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മിസ്റ്റർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണും മിസ്റ്റർ റാട്ടർ ക്രിപ്റ്റോ ഉണ്ട്, മിസ്റ്റർ റാട്ടർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ -10% ROI എന്ന് പറയുന്നത് ആ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ആ ട്രേഡ് ഞാൻ ഇപ്പോൾ ഹോൾഡിംഗ് ആണ്. സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഇത് രണ്ടും എൻ്റെ അക്കൗണ്ടാണ്. കറണ്ട് പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കറണ്ട് ഞാനൊരു 29,550 ഷോർട്ട് എടുത്തത് ഹോൾഡ് ചെയ്യുന്നതാണ്. ഏകദേശം $6 നഷ്ടത്തിലാണ്. അത് അതിന് മുമ്പത്തെ ഇത് നല്ല പ്രോഫിറ്റിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. ലോങ് ക്ലോസ് ചെയ്തൊക്കെ ഫോളോവേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫോളോവേഴ്സിന് എടുത്ത പ്രോഫിറ്റ് ഇയാളിപ്പോൾ നഷ്ടത്തിലാണ്, കാരണം ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ട്രേഡ് ഹോൾഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലിപ്പോൾ കറന്റ് തന്നെ ആരും ഫോളോ ചെയ്യുന്നത്, ഞാൻ തന്നെ ട്രേഡ്സ് നോർമൽ എടുക്കുന്നതാണ്. ഇപ്പോൾ കറണ്ട് പൊസിഷനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1,905 ഞാൻ എടുത്ത ഈത്തിന്റെ ഷോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇപ്പോൾ 27% പ്രോഫിറ്റിലാണ്. ഞാൻ $10 വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് $10-15 വെച്ചിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 പ്രൊഫൈൽസിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഫോളോ ചെയ്യാനായിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത്, പിന്നെ ഞാനൊരു മാസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. നിങ്ങളാണെങ്കിൽ ജസ്റ്റ് കോപ്പി കൊടുത്തിട്ട് പെർ ട്രേഡ് നിങ്ങളുടെ അടുത്ത് മിനിമം ബാലൻസ് $250 വേണം കോപ്പി ട്രേഡിംഗ് അക്കൗണ്ടിൽ. എങ്കിൽ $10 മുതൽ $15 വരെ പെർ ട്രേഡ് നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. ഈത്തും BTC മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടാവുള്ളൂ. ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് $500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർ ട്രേഡ് $20 കൊടുക്കാവുന്നതാണ്. $1,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $25 കൊടുക്കാവുന്നതാണ്. അതായത് 750 മുതൽ $1,000 ഉണ്ടെങ്കിൽ പെർ ട്രേഡ് നിങ്ങൾക്ക് $25 എനിക്ക് അസൈൻ ചെയ്തത്. ബാക്കി എല്ലാ സെറ്റിംഗ്സും സെയിം ആയിരിക്കണം, ഒന്നും മാറ്റണ്ട. ഞാൻ എന്ത് ചെയ്യുന്നു അതേ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈത്തിലും BTCയിലും മാത്രമേ ട്രേഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ 2 ട്രേഡ്സും ഞാൻ 20x ലെവറേജിൽ മാത്രമാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ കറന്റ് റൺ ചെയ്യുന്ന ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 20x ലോങ് ഉണ്ട്, 26,907 എടുത്തത്. ഇത് ഏകദേശം $21 പ്രോഫിറ്റ് ആണ്. ഇത് കണ്ട ഷോർട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് 84% ലോസിലാണ്. പിന്നെ ഒരു ഈത്ത് ഷോർട്ട് അത് 27% പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്ത ട്രേഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കോപ്പി ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാത്തത്. പുതിയ ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഈത്തിൻ്റെ മാത്രമാണ്. പിന്നെ ഇത് കൂടാതെ ഓപ്പൺ ഓർഡേഴ്സ് കറന്റ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് വേണമെങ്കിൽ 31,150 ഷോർട്ട് ഉണ്ട്. ഇത്തരത്തിലാണെങ്കിൽ 2006 USDT പ്രൈസ് ആകുമ്പോൾ അവിടെ നിന്ന് ഷോർട്ട് എടുക്കാനുള്ളതും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈ സിമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ള ട്രേഡ്സ് ആണ് ഞാൻ ഈ ഒരു ബിറ്റ്മാർട്ടിലെ കോപ്പി ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് സിമ്പിൾ സ്ട്രാറ്റജി എന്നുള്ളത് ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡ് നമ്പർ 307 ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 19 മിനിറ്റിന് മേലെയുള്ള വീഡിയോ ആണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ സിമ്പിൾ സ്ട്രാറ്റജി, എങ്ങനെയാണ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു, എത്രത്തോളം പ്രോഫിറ്റ് എടുത്തു എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പോയി കാണാം. അത് 323ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടാതെ ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ആ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നെ ഫോളോ ചെയ്യാനുള്ളത് ജസ്റ്റ് എന്നെ മിസ്റ്റർ റാട്ടർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്നെ കിട്ടാവുന്നതാണ്. എൻ്റെ 2 അക്കൗണ്ട്സും ഉണ്ട്, മിസ്റ്റർ റാട്ടർ ക്രിപ്റ്റോ ഉണ്ട്, മിസ്റ്റർ റാട്ടർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിലത്തെ ഏത് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഒരുവിധം സെയിം ട്രേഡ്സ് ആവും 2 എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൽ ഫോളോ കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സിമ്പിൾ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോസിലാണെങ്കിൽ ആ ലോസ് നമ്മൾ പ്രോഫിറ്റ് ആവണ വരെ ഹോൾഡ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അത്രയും ഫണ്ട് ബാക്കപ്പ് ചെയ്യാൻ വെച്ചേക്കുന്നത്. പിന്നെ ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഫണ്ട് വേണം. അപ്പോൾ ഇന്ന് ഒരു ട്രേഡ് ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ, നാളെ ക്ലോസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഞാനത് ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ റിട്ടേൺസ് വരികയാണെങ്കിൽ മാത്രമേ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു 5-6 ദിവസം, 7 ദിവസത്തിന് മേലെയായി. ആ ഒരു ട്രേഡ് ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 200% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ട്രേഡ്സാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നവർ മാത്രം എന്നെ ഫോളോ ചെയ്താൽ മതി. ഇമീഡിയറ്റ് പ്രോഫിറ്റ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു കോപ്പി ട്രേഡിങ്ങിൽ എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാനും പറയില്ല. മന്ത് എൻഡിൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. പെട്ടെന്നുള്ള പൈസ എടുത്തിട്ട് പെട്ടെന്ന് പൈസ ഇട്ടിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള പരിപാടി വെച്ചിട്ട് ആരും എന്നെ ഫോളോ ചെയ്യാൻ നിൽക്കേണ്ട. ബിറ്റ്മാർട്ടിൽ ഈ ഒരു സ്ട്രാറ്റജിയും ഫോളോ ചെയ്ത് നിൽക്കേണ്ട. ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് ഇതുവരെ ലോസസ് തന്നിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് എന്നുള്ളത് നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2.28, 9.08, 31, 12, 2.29, 0.85, $110, 2.77, 2.6, 18, 82, 18. ഒരേ ഒരു ലോസാണ് കുറേ നാളിന് ശേഷം കിട്ടിയത്, 16. അപ്പോൾ ലോസ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ലോസ് ഉണ്ടാവും. ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞാണ്. 29, 13 കുറേ ഉണ്ട് അതേപോലെ. പിന്നെ ഇത് വെച്ച് ഫണ്ടിങ് ഫീ നിങ്ങൾക്ക് വരും പോവുകയും ചെയ്യും. അപ്പോൾ ഫീസിനെ കുറിച്ച് ഈ ഒരു ട്രേഡ്സിൽ നിങ്ങൾ ചിന്തിക്കരുത്. എൻഡ് ഓഫ് ദി ഡേ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് എടുക്കാൻ പറ്റും ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നിങ്ങളുടെ എത്രത്തോളം ഫണ്ട് ഉണ്ടോ അത്രത്തോളം ഫണ്ട് ഹോൾഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റോടെ എക്സിറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇന്ന് വൈകിട്ട് നല്ല രീതിയിൽ വോളറ്റൈലുള്ള മാർക്കറ്റ് ഉണ്ടാവും. പക്ഷേ ആ ഒരു സമയത്ത് പോയി നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിലുള്ള ട്രേഡ്സ് എടുക്കാം. അതുകൂടാതെ ഇവരെ ഡെപ്പോസിറ്റ് ആൻഡ് ട്രേഡ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മാക്ബുക്ക് പ്രോ അല്ലെങ്കിൽ ആപ്പിൾ ഐഫോൺ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് CPI ഡാറ്റ വരും. അതുകൂടാതെ ഷാങ്കായിയുടെ അപ്ഗ്രേഡ് വരുന്നുണ്ട്. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ടൈം പറയുകയാണെങ്കിൽ 4 വെളുപ്പിന് 5 മണിക്കാണ് ഈ ഒരു ഷാങ്കായ് അപ്ഗ്രേഡ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ടൈം എടുത്ത് നോക്കുന്നു. 7:27 ഈസ്റ്റേൺ ടൈം ഏപ്രിൽ 12 തീയതിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടൈമിൽ വെളുപ്പിന് 5 മണിക്കാണ് ഈ ഒരു ഷാങ്കായ് അപ്ഗ്രേഡ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ ഷോർട്സ് ഒക്കെ ഹോൾഡ് ചെയ്യണതിൻ്റെ മെയിൻ റീസണും ഇത് തന്നെയാണ്. ETHയിലായാലും BTCയിലായാലും ഞാൻ ഷോർട്സ് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി വീണ്ടും മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ആവറേജ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്ന് പ്രോഫിറ്റിൽ എത്തിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഫണ്ട് നമ്മുടെ കയ്യിൽ ബാക്കപ്പ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് $250 നിങ്ങളുടെ കോപ്പി ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണം. അത് വെച്ചിട്ട് $10 മുതൽ $15 പെർ ട്രേഡ് എടുക്കാൻ പറ്റും. $500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $15 മുതൽ $20, 500 മേലെ 750 മുതൽ 1000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർ ട്രേഡ് $20 മുതൽ $25 അസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. ഈ 2 അക്കൗണ്ട്സ് എൻ്റെയാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. ഇതുകൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്. ബിറ്റ്മാർട്ട് എനിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചു തന്നിരുന്നു. ആ ഗിഫ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഒരു 3-4 ഐറ്റം അവർ ഫിഫ്ത്ത് ആനിവേഴ്സറിയിൽ ബന്ധപ്പെട്ട് എനിക്ക് അയച്ചെന്താണ്. അത് ഞാൻ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താം. അപ്പോൾ ബിറ്റ്മാർട്ടിൽ നിന്ന് എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ട് 5th ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് നമുക്ക് നോക്കിക്കളയാം. ബോക്സ് ഞാൻ ഏതായാലും ഓപ്പൺ ചെയ്താണ് മുന്നേ തന്നെ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരാണ്. ഒന്ന് ഒരു മഗ്ഗാണ്, ബിറ്റ്മാർട്ടിൻ്റെ മഗ്ഗ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ നോർമലല്ല, ഇത് ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞതാ 27°C ആണ് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ. ഇതിൽ ചൂട് കാപ്പിയോ ചായ എന്ത് വേണമെങ്കിലും ആക്കാം. അതേപോലത്തെ ഒരു ഫിൽറ്ററൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ടെമ്പറേച്ചർ നോക്കിയിട്ട് നമുക്ക് കുടിക്കാനും പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മിക്കവാറും കോഫി ടീ ഇതൊക്കെ വെക്കാനുള്ളതായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ബിറ്റ്മാർട്ടിൻ്റെ തൊപ്പിയാണ്. അത് മാറ്റി വയ്ക്കാം. പിന്നെ ഏറ്റവും അവസാനത്തത് ഒരു ബിറ്റ്മാർട്ടിൻ്റെ ടീഷർട്ടാണ്. ഇപ്പോൾ കറൻ്റ്ലി വേറെ ആരും റൂമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഇട്ടിട്ട് കാണിച്ചു തരായിരുന്നു. ഇതാണ് ടീഷർട്ട്. നല്ല ക്വാളിറ്റി ടീഷർട്ടാണ്. അപ്പോൾ പിന്നെ ഒരു ടീഷർട്ട്, ഒരു തൊപ്പി, പിന്നെ എനിക്ക് കിട്ടിയതൊരു വാട്ടർ ബോട്ടിൽ, ഇതിലും ബിറ്റ്മാർട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ബിറ്റ്മാർട്ടിൻ്റെ മഗ്ഗും. അപ്പോൾ ഈ 4 ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ബോക്സിലൂടെ വന്നേക്കുന്നത് 5th ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ താങ്ക് യു ബിറ്റ്മാർട്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഓരോരുത്തർ തരുന്നത് തന്നെ. അപ്പോൾ താങ്ക് യു ആൾ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു. എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. സിമ്പിൾ സ്ട്രാറ്റജിയുടെ വീഡിയോയുടെ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. തീർച്ചയായിട്ടും കണ്ട് ട്രൈ ഔട്ട് ചെയ്യുക. എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ എന്നെ ബിറ്റ്മാർട്ടിലൂടെ ഫോളോ ചെയ്യാവുന്നതാണ്. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. സൈനപ്പ് ചെയ്ത് ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ദിവസം വളരെയധികം വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വോളറ്റൈലായിട്ടുള്ള സമയത്ത് പോലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.